തോന്നുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ലൊരു മനുഷ്യനായി വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളുടെ ഈ ഒരു ഭയങ്കര മത്സര ബുദ്ധിയുള്ള ഒരു ലോകത്ത് കുറച്ചുകൂടെ മനുഷ്യരെ സ്നേഹിക്കാനും ഭംഗിയായിട്ടിരിക്കാനും കുറെ കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാനുണ്ട്, കുറെ അൺലേൺ ചെയ്യാനും. സീക്വൻസുകളെല്ലാം തന്നെ ബാസ്കറ്റ് ബോളിന്റെ സീക്വൻസ് ഒക്കെ നമുക്ക് നേരിട്ടൊരു മാച്ച് കാണുന്ന ഒരു ഫീൽ ഉണ്ട്. അവരെങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയൊന്നും അല്ല ചെയ്തേക്കുന്നത്. അവർ പക്കത്തിൽ ഡൽഹി ബെല്ലി ഐക്കോണിക് ആയിട്ടുള്ള ഒരു സിനിമയുണ്ട്. അതിൽ ബാഗ്ഡിക്ക് ബോസ് എന്ന പാട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് അഡ്രിനാലിൻ റഷ് കിട്ടുന്ന ഒരു സംഭവമായിരുന്നു തുടക്കത്തിൽ. നല്ല സിനിമയാണ്. താരസമീൻ പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ്. ഫീൽ ഗുഡ് ആണ്. നമുക്ക് കണ്ടിരിക്കാം എന്നുള്ളതല്ല, പരമാവധി ആളുകൾ ഇത് കാണണം. നമ്മളുടെ ഈ ഒരു ഭയങ്കര മത്സര ബുദ്ധിയുള്ള ഒരു ലോകത്ത് കുറച്ചുകൂടെ മനുഷ്യരെ സ്നേഹിക്കാനും ഭംഗിയായിട്ടിരിക്കാനും കുറെ കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാനുണ്ട്, കുറെ അൺലേൺ ചെയ്യാനുണ്ട്. നല്ല സിനിമയാണ്, എന്തായാലും കാണണം. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാവരും കാണണം. പടത്തിൽ കോമഡി ഉണ്ട്. പിന്നെന്താണ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഈ സീക്വൻസുകളെല്ലാം തന്നെ ബാസ്കറ്റ് ബോളിന്റെ സീക്വൻസ് ഒക്കെ നമുക്ക് നേരിട്ടൊരു മാച്ച് കാണുന്ന ഒരു ഫീൽ ഉണ്ട്. അവരെങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയൊന്നും അല്ല ചെയ്തേക്കുന്നത്. അവർ മാച്ച് കാണുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇമോഷൻസിൽ കുറച്ച് ഇമോഷൻ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് കണക്ട് ആവും, നമുക്ക് നന്നായിട്ട് ടച്ച് ചെയ്യും. ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം, ഓവറോൾ കൊള്ളാം, നല്ല പടം. It was good. It was a feel good movie. It's not meant to watch in theater as such. Pakka emotional connecting. Yes, in the end it's very emotional. നല്ല മൂവിയാണ്, കാണേണ്ട മൂവിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ലൊരു മനുഷ്യനായി വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കരച്ചിൽ വരുന്നുണ്ടോ? കരച്ചിൽ ഇടയ്ക്കൊക്കെ വരും. എല്ലാവരും സെൽഫിഷായി പോകുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു സിനിമ മസ്റ്റായിട്ട് കണ്ടിരിക്കുന്നത്. ഇത് കാണേണ്ട മൂവിയാണ്, നല്ലൊരു மூவியான. படம் சூப்பராக இருக்குது, நல்லா இருக்கு, எல்லாரும் பார்க்கலாம். நல்லா எமோஷனலாக எடுத்திருக்காங்க. இன்னொன்று டிசிப்ளின் ஆளுங்களை வச்சு படம் எடுக்கிறது வந்து அவ்வளோ பெரிய ஒரு ஈஸி இல்லை, ரொம்ப கஷ்டமான படம். அது சூப்பராக எடுத்திருக்காரு. நல்ல படம், நல்லா எல்லாருமே பார்க்கலாம். என்டர்டைன்மெண்ட்டாகவும் இருக்கும், சென்டிமெண்டலாக இருக்கும். படம் எல்லாருமே பார்க்குற மூவி. பக்கா சென்டிமெண்ட், அது இல்லாமல் எமோஷனல் மூவி, கொஞ்சம் இன்ஸ்பிரேஷனாகவும் இருக்கும், பார்க்கலாம். ഒരു വളരെ ജോയ്ഫുൾ മൂവി, ഒരു ടിയർ ജേക്കർ ജോയസ് മൂമെന്റ്സ് ഒരുപാടുണ്ട്. വളരെ നല്ല ഇന്നസെന്റ് മൂവി, ഒരുപാട് പഠിക്കാൻ പറ്റും ഈ സിനിമ. ഡിസേബിൾ ആയവരെ കൊണ്ടൊക്കെ അഭിനയിക്കുമ്പോൾ അതൊക്കെ എങ്ങനെയുണ്ട്? ഡിസേബിൾ എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി അവർ അഭിനയിച്ചിരിക്കുന്ന രീതി വെച്ച് നോക്കുമ്പം നമ്മൾ സോ കോൾഡ് നോർമൽ എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ ആ ഒരു എക്സ്പ്രഷൻസ് ഇമോഷൻസും കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ഈ ഡിസബിലിറ്റി ചിലപ്പോൾ നമുക്ക് തന്നെ ആയിരിക്കും, നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു കുറവായിരിക്കും ഈ സിനിമ കാണിക്കുന്നുണ്ട്. ആക്ടിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു ഡിസബിലിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ല. മേ ബി നമ്മുടെ കാഴ്ചപ്പാടിനായിരിക്കും ഒരു ഡിസബിലിറ്റി. വെരി നൈസ് മൂവി, വളരെ നല്ലതാണ്. അവസാനം ഈ ഒരു ബാസ്കറ്റ് ബോൾ ടീമിന്റെ കോച്ചാണല്ലോ, അപ്പൊ അയാൾ അവസാനം പറയുന്നുണ്ട്, ഞാനല്ല അവരുടെ ശരിക്കുള്ള കോച്ച്, അവരാണ് എൻ്റെ കോച്ച് എന്ന് പറയുന്നത്. വളരെ ഒരു ഇമോഷണൽ രീതിയിലാണ് സിനിമ എൻഡ് ചെയ്യുന്നത്. സിതാര സമീൻ പറ എനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ടിപ്പിക്കൽ ഡൽഹി ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അമീർ ഖാൻ വരുന്നത്. കൂടാതെ തന്നെ തുടക്കത്തിൽ ഡൽഹി ബെല്ലി ഐക്കോണിക് ആയിട്ടുള്ള ഒരു സിനിമയുണ്ട്. അതിൽ ബാഗ്ഡിക്ക് ബോസ് എന്ന പാട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് അഡ്രിനാലിൻ റഷ് കിട്ടുന്ന ഒരു സംഭവമായിരുന്നു തുടക്കത്തിൽ. പിന്നീട് അങ്ങോട്ട് നമ്മൾ ട്രെയിലറിൽ കാണുന്നത് എന്താണോ അതിൻ്റെ ഒരു കഥാതന്തുവിൽ കൂടെ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ആംഗ്രി പെട്ടെന്ന് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയിൽ നിന്നും അയാളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടെയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. ഇത് റീമേക്ക് ആണെന്ന്, ഇത് അഡോപ്റ്റഡ് ആണെന്ന് അവസാനം എഴുതി കാണിക്കുന്നുണ്ട്. ഒരു സ്പാനിഷ് സിനിമ ചാമ്പ്യൻസ്, ഞാൻ ഒറിജിനൽ കണ്ടിട്ടില്ല. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ ഒരു വരുത്തിയെന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് കുറെ കൂടെ എന്താ പറയുക, ഇപ്പം താരേ സമീൻ പറ എന്ന് പറയുമ്പോഴത്തേക്കും കുറെ കൂടെ ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. ഇത് ഇമോഷണലി കണക്ട് ആവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ന് സമൂഹത്തിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു മാറ്റം എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് ഈ സിനിമയിലും ഒരു കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു മാറ്റവും വെച്ചിട്ട് കുറെ കൂടി ജോയ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സും ഉണ്ട്, ഇമോഷണൽ മൊമെന്റ്സും ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരു ഇടകലർന്ന് ഇങ്ങനെ വന്നു പോകുന്നതാണ്. പിന്നെ കുറെ എന്താ പറയുക, ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം വന്നിട്ട് എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്പോർട്സ് ബാസ്കറ്റ് ബോൾ ടീമാണ്. ടീമിലേക്ക് വരുന്നവരെല്ലാം ഈ പല ഈ ഒരു എന്താ പറയുക, ഈ സിനിമയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ക്രോമസോമിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ. നമ്മുടെ കൈരേഖകളല്ല, ക്രോമസോമുകളാണ് നമ്മുടെ ഓരോ ആളുടെയും ഭാവി നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ സ്ക്രിപ്റ്റിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ഞാൻ, കാരണം നല്ല രീതിയിൽ എനിക്ക് വർക്കൗട്ട് ആയി. നമുക്ക് സെന്റിമെന്റ്സ് ഒക്കെ നല്ലപോലെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഈ പടം സ്റ്റോറി ബേസ്ഡ് ആയി പോകുന്നത്. നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന ലവ്, അതുപോലെ തന്നെയാണ് സെന്റിമെന്റ്സ് കാര്യങ്ങളെല്ലാം നല്ലപോലെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അമീർ ഖാൻ
വന്നൊരു തിരിച്ചുവരവ് തന്നെ നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. മാസ് മസാല പടവും നല്ലൊരു ഫാമിലി ഗുഡ് എൻ്റർടൈനർ പടമാണ്. അത്യാവശ്യം നന്നായിട്ട് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. ഉഗ്രൻ പടം, നല്ല പടം. സിനിമ ഇറങ്ങുമ്പോൾ കണ്ണ് നിറയോ? ഉറപ്പായിട്ടും നിറയും. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഒരു സെന്റിയൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്. ഈ പടം ഉഗ്രൻ, ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിരിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ട്. നല്ല പടം, നല്ല പടം.